ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ താരമാണ് കാളിദാസ് ജയറാം. എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡ് നേടിയ കാളിദാസ് നായകനായി അരങ്ങേറിയത് ബാലാജി തരണീധരൻ സംവിധാനം ചെയ്ത ഒരു പക്ക കഥൈ എന്ന ചിത്രത്തിലൂടെയാണ്. എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത പൂമരത്തിൽ നായകനായി മലയാളത്തിലും അരങ്ങേറി. മലയാളത്തിലും തമിഴിലുമായി ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപിടി നല്ല സിനിമകളുടെ ഭാഗമാകാൻ താരത്തിന് സാധിച്ചു. ധനുഷ് സംവിധാനം ചെയ്യുന്ന രായനാണ് കാളിദാസിൻ്റെ പുതിയ ചിത്രം. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയ സമയത്ത് കാളിദാസിൻ്റെ കഥാപാത്രം മരിക്കാനുള്ളതാണെന്ന തരത്തിൽ ട്രോളുകൾ വന്നിരുന്നു. അത്തരത്തിലുള്ള ട്രോളുകളോട് പ്രതികരിക്കുകയാണ് താരം. താൻ ചെയ്യുന്ന കഥാപാത്രം മരിക്കുന്ന സിനിമകളെല്ലാം ബ്ലോക്ക് ബസ്റ്റർ ആകുന്നുണ്ട് എന്നുള്ള കാര്യം ഈ അടുത്താണ് മനസ്സിലാക്കിയതെന്നും അതിന് കാരണം തനിക്കറിയില്ലെന്നും കാളിദാസ് പറഞ്ഞു. രായൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗ്ലിറ്റിസിന് നൽകിയ അഭിമുഖത്തിലാണ് കാളിദാസ് ഇക്കാര്യം പറഞ്ഞത്. വിക്രം സിനിമയിൽ ഞാൻ അവതരിപ്പിച്ച കഥാപാത്രം മരിക്കുന്നുണ്ട്. ആ സിനിമ സൂപ്പർ ഹിറ്റായി. പാവ കഥകളിൽ തങ്കം എന്ന സെഗ്മെൻറ്റിലെ സത്താർ എന്ന കഥാപാത്രവും മരിക്കുന്നുണ്ട്. തങ്കത്തിനും നല്ല അഭിപ്രായമാണ് ലഭിച്ചത്. എൻ്റെ കഥാപാത്രം മരിക്കുന്ന സിനിമകൾക്കെല്ലാം നല്ല അഭിപ്രായമാണ് ലഭിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണോ എന്തോ. ഇനി ചെയ്യുന്ന സിനിമകളൊക്കെ നന്നാവാൻ വേണ്ടി എൻ്റെ കഥാപാത്രത്തെ കൊല്ലുമോ എന്നറിയില്ല. രായൻ്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ എൻ്റെ കഥാപാത്രം മരിക്കും എന്ന തരത്തിലുള്ള ട്രോളുകൾ കണ്ടിരുന്നു. ആ കാര്യത്തെപ്പറ്റി ഇപ്പോൾ പറയാൻ പറ്റില്ല. സിനിമ കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണത്, കാളിദാസ് പറഞ്ഞു. ധനുഷ് തന്നെയാണ് രായനിലെ നായകൻ. താരത്തിൻ്റെ 50ാം ചിത്രമാണിത്. എസ്.ജെ. സൂര്യ, പ്രകാശ് രാജ്, സെൽവരാഘവൻ, ജയറാം, സുദീപ് കിഷൻ, തുഷാര വിജയൻ തുടങ്ങി വൻ താരനിരയാണ് രായനിൽ അണിനിരക്കുന്നത്. AR റഹ്മാനാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം. ജൂണിൽ റിലീസ് ചെയ്യുമെന്ന് അറിയിച്ച ചിത്രം ജൂലൈ 26 റിലീസ് മാറ്റി. സൺ പിക്ചേഴ്സിൻ്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രം നിർമ്മിക്കുന്നത്.